സത്യമാണെന്നറിയില്ല. ഇന്നലെ രാത്രി മന്ത്രി അബ്ദുൾ റഹീം സാറ് രഹസ്യമായി വീട്ടിൽ വന്നതായിട്ടാണ് ഇവിടെയൊക്കെ സംസാരം. അങ്ങനെ സംസാരം എന്താണ് കുഴപ്പം? താൻ വെറുതെ ആളുകളോട് ചൂടാകണ്ട. പ്രശ്നത്തിന്റെ പോക്ക് മുഴുവൻ അബ്ദുൾ റഹീം സാറിന്റെ ലക്ഷ്യം വെച്ച. സൂക്ഷിച്ചു നോക്കുമോനെ. ഈ ഫോട്ടോയിൽ കാണുന്ന സാറ് തന്നെയല്ലേ ആന്റിയെ കാണാൻ അവിടെ വന്നത്? വേറെ ആരും അവിടെ വന്നിട്ടില്ലല്ലോ. അയാൾ വന്ന് എന്തോ ആന്റിയോട് ചൂടായി സംസാരിച്ചു അല്ലേ മോനെ? മോൻ പറഞ്ഞു ഇത് കൊച്ചുകുട്ടിയല്ലേ സാർ, അവർ തമ്മിൽ സംസാരിക്കുന്നിടയ്ക്ക് ഉറങ്ങിപ്പോയെന്ന് ഈ കുട്ടി തന്നെ പറഞ്ഞില്ലേ സാർ? മിസ്റ്റർ രാമേന്ദ്രൻ, ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ഒരു കേസാണിത്. പിന്നെ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് സംഭവങ്ങളുടെ പ്രീവിയസ് പൊസിഷൻ എന്തായിരുന്നു അറിയാനാ, അല്ലാതെ ആരോടൊക്കെ എന്തൊക്കെ ചോദിക്കണം, എങ്ങനെ അന്വേഷിക്കണം എന്നുള്ള ബുദ്ധി പറഞ്ഞു തരാൻ വേണ്ടിയല്ല. സാർ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണത്. നിങ്ങൾ എന്തിനാ എമോഷണൽ ആകണം മിസ്റ്റർ? ഇമോഷണൽ ആവും സാർ, കാരണം പലപ്പോഴും ഇയാൾ ഒരുപാട് സംരക്ഷിച്ചുള്ള ഒരു മിനിസ്റ്ററാ. ഒരാപത്ത് വരുമ്പോ പിന്നെ തിരിച്ചു നന്ദി കാണിക്കണമല്ലോ അല്ലേ? അത് തോന്നിയത് കൊണ്ടാണ് ഈ കേസ് ഇത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കൈകളിൽ എത്തിയത്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു സാർ. ഇതാണ് സാർ മിനിസ്റ്ററുടെ PA. താനല്ലേ മിനിസ്റ്റർക്ക് ടൂറിസ്റ്റ് ആക്ട് വിളിച്ചു കൊടുത്തത്? കാർ വിളിച്ചു കൊടുത്തു. പക്ഷേ എന്താ ഒരു പക്ഷേ? വിളിച്ചു കൊടുത്തില്ലേ? അതിന്റെ അർത്ഥം മിനിസ്റ്റർ ആ വീട്ടിൽ പോയി എന്നല്ലടോ. അങ്ങോട്ടേക്കാണ് പോയത്. പക്ഷേ പിന്നെ എന്താ ഒരു പക്ഷേ? വയ്ക്കോ. തന്റെ വണ്ടിയിലാണ് മന്ത്രി അശ്വതിയുടെ വീട്ടിലേക്ക് പോയത്. അതെ. താനാണ് തിരിച്ചു കൊണ്ടുവന്നതും. അതെ. പോയ പോലെയല്ല മന്ത്രി തിരിച്ചു വന്നത് അല്ലേ? അദ്ദേഹം ആകെ പരിഭ്രമിച്ചിരുന്നു. വല്ലാത്തൊരു ഭാവമായിരുന്നു മന്ത്രിയുടെ മുഖത്ത്. വയ്ക്കോ. മിനിസ്റ്റർക്ക് ആ പെണ്ണിനോട് വേറെയും ശത്രുതയുണ്ട്. അദ്ദേഹത്തിനെതിരെ പ്രകടനം നയിക്കുക, പരസ്യമായി വെല്ലുവിളി നടത്തുക, അതും പഴയ കാമുകി. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അസമയത്ത്, അതും മറ്റാരെയും കൂടാതെ അദ്ദേഹം അവിടെ പോകുമായിരുന്നില്ല. അതെ, മിനിസ്റ്റർ ആയതിന്റെ പേരിൽ സംശയിക്കപ്പെടുന്ന ഒരാളെ ചോദ്യം ചെയ്യാതെ വിടുന്നതും ശരിയല്ല. സാർ പ്ലീസ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മുഴുവൻ ദേശദ്രോഹികളാണ് സാർ. മറ്റു പല കുറ്റങ്ങളും പുറത്തു കൊണ്ടുവരാതിരിക്കാനും പലരെയും നിശബ്ദരാക്കാനും വേണ്ടി മനഃപൂർവ്വം കളിച്ച കളിയാണ് സാർ. ഷട്ട് താൻ ആരോടോ ഇതൊക്കെ ചോദിക്കാൻ? കാക്കി കുപ്പായി മണിച്ച് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് ഇറക്കിപ്പെട്ട ദൈവപുത്രന്. ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരല്ലേ? പാതിരാത്രി നേരത്ത് അംഗരക്ഷകനെയും ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് മന്ത്രി ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയത് ശൃംഗരിക്കാനല്ലേ? സാർ ഇറങ്ങി പോണം മിസ്റ്റർ. ഐ സേ യു ഗെറ്റ് ഔട്ട് മാൻ. തൽക്കാലം അബ്ദുൾ റഹീമിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം എന്നെ അറിയിക്കൂ. കസ്റ്റഡിയിലെടുക്കാൻ പോകുമ്പോ പ്രകോപനം ഉണ്ടായേക്കാം. Then you seek their help. Okay? സാർ.
എഴുന്നേൽക്കടാ. നടക്ക്. നടക്ക്. എന്താ മറ്റേ വണ്ടി ഇങ്ങോട്ട് പോകണം. കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖരൻ നായരുടെ നിഷ്ഠൂരമായ കൊലപാതകം, പൂമനം കടപ്പുറത്ത് നിങ്ങൾ നടത്തിയ ഹീനമായ മനുഷ്യക്കുരുതി, അധോലോക നായകൻ ജോൺ ബ്രിട്ടയുമൊത്ത് നിങ്ങൾ നടത്തിയ വൻ ആയുധക്കള്ളക്കടത്ത്, ഇതെല്ലാം പുറത്തു വരുമെന്ന് ഉറപ്പായപ്പോൾ അശ്വതി എന്ന പാവം പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ആ കുറ്റം അബ്ദുൾ റഹീമിന്റെ തലയിൽ കെട്ടിവെച്ച് 24 മണിക്കൂറിനുള്ളിൽ അയാളെ തടവിലാക്കി എന്നെ നിശ്ചലനാക്കാൻ നിങ്ങൾ കാണിച്ച ബുദ്ധി ആരുടേതാണെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ടൊന്നും എന്നെ തളയ്ക്കാനാവില്ല ജയദേവൻ. നാളെ കോടതിയുടെ കുമ്പസാരക്കൂട്ടിൽ ഞാൻ തന്നെ കയറ്റി നിർത്തും. കൂടെ അവനുണ്ടാവും ജോൺ ബ്രിട്ടോ. കയ്യൂക്ക് കാണിച്ച് എന്നെ നിന്റെ മുമ്പിൽ കൊണ്ടിരിക്കപ്പോ മുട്ടുമുട്ടിന്ന് മാപ്പിരക്കൊന്ന് വിചാരിച്ചോ നീ? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കൈ പൊടിയും പിടിച്ച് തെരുവിലിറങ്ങിയവനാ ഞാൻ. അതിനിടയ്ക്ക് നിന്നെ പോലെ പല മിടുക്കന്മാരെ കണ്ടും പൊരുതിയും തറത്തും നിന്നവനെയൊക്കെ വെട്ടിമാറ്റിയാണ് ഞാൻ ഈ നിലയിലെത്തിയത്. താൻ പോണോ? ഇവനൊരു കോപ്പും ചെയ്യില്ല. ഇവനേക്കായി നെഞ്ചൂക്കായിരുന്നു ഇവന്റെ തന്തയ്ക്ക്. എന്നിട്ട് എന്ത് പറ്റി? ഒരു പഴമ്പായി പൊതിഞ്ഞ് ഇവന്റെ മുമ്പിൽ വെച്ചുവിട്ട ചാരവത്തിയും സ്വന്തം തന്തയുടേതായിരുന്നു എന്ന് ഉറപ്പുണ്ടോ നിനക്ക്? ഒപ്പം കത്തിക്കരിഞ്ഞ ഏതോ തീര പോലീസുകാരന്റെ അസ്ഥിയെടുത്ത് ശേഷക്രിയ നടത്തേണ്ടി വന്നവനല്ലേടാ നീ. ഈ പറ, അച്ഛന്റെ ചരിത്രം ആവർത്തിക്കണം നിനക്ക്? പാവല്ലേ നിന്റെ അമ്മ. ആ അസ്ഥിഞ്ചാലവും പുണ്യതീർത്ഥത്തിൽ ഒഴിക്കുമ്പോഴും ആ ആത്മാവിന് ബലിയൂട്ടുമ്പോഴും കണ്ണു നിറച്ച് കാണാതെ പിരിഞ്ഞ അച്ഛനും സത്യം എന്റെ നെഞ്ചിലുണ്ടായിരുന്നു. 1000 വട്ടം ജന്മമെടുത്താലും അച്ഛനെന്ന വാക്കിന്റെ അർത്ഥവും പൊരുളും നിനക്ക് മനസ്സിലാവില്ല. അതറിയണമെങ്കിൽ ഒറ്റത്തന്തയ്ക്ക് ജനിക്കണം.
അച്ഛനെയും മകനെയും സഹോദരങ്ങളെയും നഷ്ടപ്പെടുത്തിയത് ഇവനാണ്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഇവിടെ നടന്ന കൂട്ടക്കൊലകളുടെ മുഴുവൻ പിന്നിൽ പ്രവർത്തിച്ചത് ഇവനാണ്. ജോൺ ബ്രിട്ടോ, വർഗീയ സംഘർഷങ്ങളുടെ നാടല്ലേ ഇത്? തീവ്രവാദത്തിന്റെ വിത്ത് വിതച്ചാലും മുളയ്ക്കുന്ന വിളഭൂമി അല്ലേ ഇത്? അക്ഷരം പഠിക്കുന്ന ആദ്യ പാഠത്തിന്റെ ആദ്യ താളിൽ നിന്നും മനഃപ്പാഠമാക്കിയ, ദേശസ്നേഹത്തിന്റെ അമൃതാക്ഷരങ്ങൾ ജപമന്ത്രമാക്കിയ ദേശസ്നേഹികൾ വാഴുന്ന നാടാണോ ഇത്? ഈ പവിത്ര ഭൂമിയിൽ ചോരത്തുള്ളികൾ വീട്ടിൽ ലാഭം കൊയ്യാൻ ആരെയും അനുവദിക്കില്ല ഞങ്ങൾ. ഇവരെ ഞങ്ങൾക്ക് വേണം, ഇവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഇവരെ ശിക്ഷിക്കേണ്ട കോടതി ഇതാണ്. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്, സമാധാനമായിട്ട് പിരിഞ്ഞു വേണം. പിരിഞ്ഞു പോവാൻ